പക്ഷേ ഈ നിസ്കാരം ബാത്തുലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണ്ടവിധം അറിയാത്ത കാരണത്താൽ പലരുടെയും നിസ്കാരം അറിയാതെ ബാത്തുലായി പോകുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിസ്കാരം ബാത്തുലാകുന്ന ചില കാര്യങ്ങളെ എണ്ണുകയാണ്. നമ്പർ 1, ഞാൻ നിസ്കാരം മുറിക്കുന്നു എന്ന് കരുതലോട് കൂടെ തന്നെ നിസ്കാരം ബാത്തുലാവും. അല്ലെങ്കിൽ നിസ്കാരം ഞാൻ മുറിക്കണോ എന്ന് കരുതി നിസ്കാരം ബാത്തുലാവും. അതായത് കുഞ്ഞ് തൊട്ടിലിൽ നിന്ന് ഉണർന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഒരു ഉമ്മ ഞാൻ നിസ്കാരം മുറിക്കേണ്ടി വരുമോ എന്ന് കരുതി. അപ്പോഴേക്കും ആരോ വന്നിട്ട് ആ കുട്ടിയെ എടുത്തു. എന്നാൽ പോലും ഇവരുടെ നിസ്കാരം ബാത്തുലാണ്. കാരണം നിസ്കാരം മുറിക്കണോ എന്നതിൽ സംശയിച്ചാൽ പോലും നിസ്കാരം ബാത്തുലാവും. ഞാൻ നിസ്കാരം മുറിക്കുകയാണ് എന്ന് കരുതിയാലും നിസ്കാരം ബാത്തുലാവും. അതുപോലെ തന്നെയാണ് എൻ്റെ നിസ്കാരം ഞാൻ ഇന്നാലിന്ന കാര്യം സംഭവിച്ചാൽ ഞാൻ ആ നിസ്കാരം മുറിക്കും എന്നു കരുതി അതോടുകൂടെ തന്നെ നിസ്കാരം ബാത്തുലാവും. ഉദാഹരണമായി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. തൻ്റെ കുട്ടി കലാലയത്തിൽ നിന്ന് വരുന്ന വണ്ടിയാകാം അത്. ബെല്ലടിച്ചാൽ നിസ്കാരം മുറിക്കാം എന്ന് കരുതി. അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിൻ്റെയോ വാഹനത്തിൻ്റെയോ ശബ്ദം കേട്ടു. ഒരു പക്ഷേ അത് ഭർത്താവായിരിക്കും. എന്നാൽ ബെല്ലടിച്ചാൽ വാതിലിന് മുട്ടിയാൽ അപ്പോൾ എനിക്ക് നിസ്കാരം മുറിക്കാം എന്ന് മനസ്സിൽ കരുതി. ആ കരുതലോടുകൂടെ തന്നെ നിസ്കാരം ബാത്തുലാകും. നോമ്പൊന്നും അങ്ങനെയല്ല. ഞാൻ നോമ്പ് ബാത്തുലാക്കി എന്ന് കരുതിയാലോ നോമ്പ് മുറിച്ചു എന്ന് കരുതിയാലോ മുറിക്കണം എന്ന് കരുതിയാലോ ഒന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നോമ്പ് മുറിയൂ. നിസ്കാരം അങ്ങനെയല്ല. ഞാൻ മുറിക്കുന്നു എന്ന് കരുതിയാലും മുറിക്കണോ എന്ന് സംശയിച്ചാലും ഇന്ന കാര്യം നടന്നാൽ എനിക്ക് മുറിക്കണം എന്ന് മനസ്സിൽ കൊണ്ടുവന്നാലും ഒക്കെ അതോടുകൂടെ തന്നെ നിസ്കാരം മുറിഞ്ഞു. 2, നിസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മോശമായ എന്തെങ്കിലും അധികമായ ഒരു പ്രവൃത്തി ചെയ്താൽ അതോടുകൂടെ നിസ്കാരം ബാത്തുലാവും. ഉദാഹരണം ശക്തമായ ഒറ്റ ചാട്ടം നിസ്കാരത്തിൽ, അല്ലെങ്കിൽ ശക്തമായ ഒരൊറ്റ അടി നിസ്കാരത്തിൽ, അതോടുകൂടെ തന്നെ നിസ്കാരം ബാത്തുലായി. നമ്പർ 3, തുടരെയായി അടുത്തടുത്തായി 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തുലാവും. 3 പ്രാവശ്യം തുടരെ എന്തെങ്കിലും ഒന്ന് ചവച്ചു അതോടുകൂടെ നിസ്കാരം ബാത്തുലാവും. അല്ലെങ്കിൽ 3 അടി തുടരെയായി അടിച്ചു നിസ്കാരം ബാത്തുലാവും. അല്ലെങ്കിൽ 3 പ്രാവശ്യം കാലടി അങ്ങനെ മുന്നോട്ട് വെച്ചു അതോടുകൂടെ നിസ്കാരം ബാത്തുലാകും. ഇതൊക്കെ നിസ്കാരം ബാത്തുലാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കളി പ്രവർത്തനം എന്തെങ്കിലും നിസ്കാരത്തിൽ സംഭവിച്ചു അതോടുകൂടെ നിസ്കാരം ബാത്തുലാണ്. നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഏതെങ്കിലും ഒരു ഫർളിനെ സുന്നത്താണ് എന്ന് കരുതിയാലും അതോടെ നിസ്കാരം ബാത്തുലാണ്. ഈ കാര്യങ്ങളെല്ലാം നിസ്കാരം ബാത്തുലാകുന്ന കാര്യങ്ങളാകുന്നു. ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ കരുതിക്കൂട്ടി ചെയ്താൽ മാത്രമേ ബാത്തുലാകൂ. മറന്നാൽ ബാത്തുലാകില്ല. ഉദാഹരണം 2 സുജൂദ് ചെയ്യേണ്ടിടത്ത് മറന്നുകൊണ്ട് 3 സുജൂദ് ഒരാൾ റക്അത്തിൽ ചെയ്തു. മറന്നാണ് ചെയ്തത്, നിസ്കാരം ബാത്തുലാകൂല. ഒരു റുക്കുവിന് പകരം മറന്നുകൊണ്ട് വീണ്ടും ഒരു റുക്കുകൂടെ ചെയ്തു. മറന്നാണ് ചെയ്തത്, അതുകൊണ്ട് നിസ്കാരം ബാത്തുലാകൂല. നേരെ മറിച്ച് കരുതി കൂട്ടിയാലോ നിസ്കാരം ബാത്തുലാകും. ഇതുപോലെ തന്നെ മറന്ന് ഒരു സുജൂദ് ഒഴിവാക്കി, അല്ലെങ്കിൽ മറന്ന് റുക്കു ഒഴിവാക്കി. ഒരാൾ ഫാത്തിഹ കഴിഞ്ഞാട്ട് നേരെ സുജൂദിലേക്കാണ്ട് പോയി. അപ്പം മറവി കൊണ്ടാണ് റുക്കു ഒഴിവാക്കിയത്. നിസ്കാരം ബാത്തുലായിട്ടില്ല. ഉടനെ തന്നെ മടങ്ങിയിട്ട് റുക്കു ചെയ്താൽ മതി. സുജൂദാണ് മറന്നത്, എന്നാൽ ഉടനെ തന്നെ ആ സുജൂദ് നിർവഹിച്ചാൽ മതി. അപ്പം ഏതെങ്കിലും ഒരു ഫർദ് ഒഴിവാക്കിയാൽ മറന്നാണ് ഒഴിവാക്കിയത് എങ്കിൽ നിസ്കാരം ബാത്തുലല്ല, അത് നിർവഹിച്ചാൽ മതി. കരുതി കൂട്ടിയാണോ ഒഴിവാക്കിയത് എങ്കിൽ അതോടുകൂടെ തന്നെ നിസ്കാരം ബാത്തുലാണ്. ഇതുപോലെ 2 ഹർഫ് മുഴിഞ്ഞാൽ നിസ്കാരം ബാത്തുലാകും. അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരു അക്ഷരം, ഏത് ഭാഷയിലാവട്ടെ, ഇവൻ അറിയുന്ന ഒരർത്ഥമുള്ള ഒരക്ഷരം അവൻ മുഴിഞ്ഞാൽ അതോടുകൂടെ നിസ്കാരം ബാത്തുലാകും. ദിക്റുകളോ ദുആകളോ ആണെങ്കിൽ ഓക്കെ. ഒരാൾ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നു, ഞാൻ തുറക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു നിസ്കാരത്തിൽ. അപ്പം ഞാൻ ആ നിസ്കാരത്തിൽ ഓ എന്ന് പറഞ്ഞു. 2 അക്ഷരമുണ്ട്. 2 അക്ഷരമാണെങ്കിൽ നിസ്കാരം അതോടെ ബാത്തുലായി. അർത്ഥമുള്ള ഒരക്ഷരം പറഞ്ഞാലും അതോടെ നിസ്കാരം ബാത്തുലായി. നിസ്കാരത്തിൽ പടച്ചവനെ എന്ന് പറയരുത്. ഒരുപക്ഷെ ഊരവേദനയോ കാൽവേദനയോ ഉണ്ടാകുമ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവേ എന്ന് പറഞ്ഞു, പടച്ചവനെ എന്ന് പറഞ്ഞു, കാക്കണേ എന്ന് പറഞ്ഞു, അതോടുകൂടെ നിസ്കാരം ബാത്തുലാകും. യാ അല്ലാഹ് എന്ന് അറബിയിൽ അതൊരു ദിക്റാണ്, അതിന് കേടില്ല. നേരെ മറിച്ച് പടച്ചവനെ എന്നോ കാക്കണേ എന്നോ ഇങ്ങനെയൊക്കെ വന്നാൽ അറബി അല്ലാത്ത ഒരു സംസാരവും ദുആ ദിക്റായി പോലും നിസ്കാരത്തിൽ വരാൻ പാടില്ല. ദുആകളും ദിക്റുകളും അല്ലാത്ത സാധാരണ സംസാരങ്ങൾ അറബിയിലും പാടില്ല. അറബി അല്ലാത്ത ഭാഷ ഒന്നും നിസ്കാരത്തിൽ കൊണ്ടുവരരുത്. ഇതൊക്കെ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നിസ്കാരത്തിൽ ചെയ്താൽ അതോടുകൂടെ നിസ്കാരം ബാത്തുലാകും. വല്ല വെള്ളവും കുടിച്ചു, എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ചു, ഒരു മിഠായിയുടെ ചെറിയൊരു ഭാഗമുണ്ടായിരുന്നു വായിൽ, അതവൻ കരുതിക്കൂട്ടി ഇറക്കി, ഇതോടുകൂടെ തന്നെ നിസ്കാരം ബാത്തുലാകും. അതുപോലെ തന്നെ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഞാനിപ്പോൾ ലുഹർ എന്നാണോ അസ്ർ എന്നാണോ നിയ്യത്ത് വെച്ചത് ഒരു സംശയം വന്നു, അതോടെ നിസ്കാരം ബാത്തുലായി. ഒരാൾ ലുഹർ നിസ്കരിക്കുകയായിരുന്നു, നിസ്കാരം തുടങ്ങി. നിസ്കാരം കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ലുഹർ എന്നാണോ നിയ്യത്ത് വെച്ചത് അതോ അസ്ർ എന്നാണോ നിയ്യത്ത് വെച്ചത് ഒരു സംശയം വന്നു, അതോടെ നിസ്കാരം ബാത്തുലാകും. ഒരല്പനേരം കഴിഞ്ഞിട്ട് ഉറപ്പ് കിട്ടിയാൽ പോലും ആ സംശയം വന്നാൽ അതോടെ തന്നെ നിസ്കാരം ബാത്തുലായി. അതുപോലെ തന്നെ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരം തുടങ്ങുമ്പോൾ ചൊല്ലിയിട്ടുണ്ടോ, അല്ലാഹു അക്ബർ ചൊല്ലിയോ അതോ മറന്നോ എന്നാണ് ഒരാൾക്ക് നിസ്കാരത്തിൽ സംശയം. അപ്പം നിയ്യത്തിലോ തക്ബീറിലോ സംശയിച്ചാൽ അതോടെ തന്നെ നിസ്കാരം ബാത്തുലായി.
ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഅൽ വസിയ്യത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും.